എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഓഡിയോ ടാക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൈക്കോളജിസ്റ്റ് മിന്നു നർഷ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ സാധാരണമായി കേൾക്കുന്നുവെങ്കിലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ പലരും ശരിയായി മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ്. കുട്ടികളെ വളർത്തുന്ന രീതി അഥവാ പാരന്റിംഗ്. പലരും പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാവർക്കും കുട്ടികളെ വളർത്താൻ അറിയാമല്ലോ, നമ്മളും മാതാപിതാക്കളായി വളർന്നല്ലോ. അതെ, നമ്മളൊക്കെ മാതാപിതാക്കളായി വളർന്നവരാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ നല്ല മാതാപിതാക്കളാകാൻ തയ്യാറായെന്ന് അർത്ഥമില്ല. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. പാരന്റിംഗ് എന്നത് ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം ഇടുക, പഠിപ്പിക്കുക എന്നതിലുപരി ഒരു മനുഷ്യന്റെ മനസ്സും വികാരങ്ങളും സ്വഭാവവും രൂപപ്പെടുത്തുന്ന ഒരു ദീർഘകാല പ്രക്രിയയാണ്. ഒരു കുഞ്ഞിന്റെ ശരീര വളർച്ചയ്ക്ക് പോഷകാഹാരം എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ അവന്റെ മാനസിക വളർച്ചയ്ക്ക് മാതാപിതാക്കളുടെ വാക്കുകളും പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും അത്ര തന്നെ നിർണായകമാണ്. പാരന്റിംഗ് ഒരു സ്വാഭാവിക ഉത്തരവാദിത്തമായിരിക്കാം, പക്ഷേ അത് സ്വാഭാവികമായി എല്ലാം ശരിയായി ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അത് പഠിക്കാവുന്ന, മെച്ചപ്പെടുത്താവുന്ന, കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ട ഒരു കഴിവാണ്. പല മാതാപിതാക്കളും പറയുന്ന മറ്റൊരു വാചകമുണ്ട്, നമ്മളെ നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണോ വളർത്തിയത് നമ്മളും അതുപോലെ തന്നെ കുട്ടികളെ വളർത്തിയാൽ മതി. ഇവിടെയാണ് വലിയൊരു തെറ്റ് സംഭവിക്കുന്നത്. നമ്മൾ വളർന്ന കാലവും നമ്മുടെ വളരുന്ന കാലവും ഒരുപോലെയല്ല. നമ്മുടെ മാതാപിതാക്കൾ വളർന്ന സാമൂഹിക സാഹചര്യങ്ങളും ഇന്നത്തെ കുട്ടികൾ വളരുന്ന സാഹചര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുൻകാലങ്ങളിൽ കുട്ടികൾ വളർന്നത് വലിയ കുടുംബങ്ങളിലായിരുന്നു. വീട്ടിൽ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അമ്മാവന്മാരും അമ്മായിമാരും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കാനും വിഷമങ്ങൾ പങ്കുവെക്കാനും അടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല കുട്ടികളും വളരുന്നത് ചെറിയ കുടുംബങ്ങളിലാണ്. ഇന്നത്തെ കാലത്ത് ഒരു സഹായത്തിനായി അടുത്ത വീട്ടിലെ ഒരാളോട് അഭിപ്രായം ചോദിക്കുന്നതിന് പകരം മൊബൈൽ ഫോണിലൂടെ യന്ത്രങ്ങളോട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയിട്ടുണ്ട്. ഒരിക്കൽ സ്വന്തം അച്ഛനെ കുറിച്ച് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിർത്താൻ സഹായം തേടി ഒരു കുട്ടി എഴുതിയ കുറിപ്പ് തെറ്റായ ഉപദേശത്തിന്റെ ഫലമായി ഗുരുതരമായ ആരോപണമായി മാറി. ആ കുറിപ്പ് സ്കൂളിലെ നിർദ്ദേശപ്പെട്ടിയിൽ എത്തുകയും അച്ഛൻ ജയിലിൽ പോകേണ്ട അവസ്ഥ വരികയും ചെയ്തു. പിന്നീട് അധ്യാപകർ സ്നേഹത്തോടെ ചോദിച്ചപ്പോഴാണ് ആ കുട്ടി ആ ഉപദേശം നൽകിയത് യന്ത്രസഹായമാണെന്ന് മനസ്സിലായത്.
ഈ സംഭവം നമ്മോട് പറയുന്നത് ഒന്നാണ്: കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് എത്രത്തോളം ഉത്തരവാദിത്യം ആവശ്യമാണ് എന്ന്. മനഃശാസ്ത്രം നമ്മോട് പറയുന്ന ഒരു പ്രധാന സത്യം ഇതാണ്: ഒരു കുട്ടിയുടെ തലച്ചോർ വളരുന്നത് അവൻ അനുഭവിക്കുന്ന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കുട്ടിയുടെ ആദ്യ വർഷങ്ങളിലെ മാതാപിതാക്കളുമായുള്ള ബന്ധവും ഇടപെടലുകളും അവന്റെ ഭാവിയിൽ മാനസിക ആരോഗ്യം, ആത്മവിശ്വാസം, സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ബന്ധങ്ങൾ നിലനിർത്താനുള്ള ശേഷി എന്നിവയെ നിർണയിക്കുന്നു. ഇതെല്ലാം ശാസ്ത്രീയ പഠനങ്ങൾ ആവർത്തിച്ച് തെളിയിച്ച കാര്യങ്ങളാണ്. മനഃശാസ്ത്രം പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അമിത നിയന്ത്രണവും പേടിയും ശാസനയും നിറഞ്ഞ വളർത്തൽ രീതിയിൽ വളരുന്ന കുട്ടികളിൽ ഉത്കണ്ഠയും ദേഷ്യവും ആത്മവിശ്വാസക്കുറവും കൂടുതലായി കാണപ്പെടുന്നു എന്നതാണ്. അതുപോലെ പരിധികളില്ലാത്ത എല്ലാത്തിനും അനുമതി നൽകുന്ന വളർത്തൽ രീതിയിൽ വളരുന്ന കുട്ടികളിൽ നിയന്ത്രണക്കുറവും പെരുമാറ്റ പ്രശ്നങ്ങളും കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ സ്നേഹവും വ്യക്തമായ പരിധികളും ഒരുമിച്ച് ഉള്ള വളർത്തൽ രീതിയാണ് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും സാമൂഹിക കഴിവുകൾക്കും ഏറ്റവും ഗുണകരമെന്ന് ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മൾ മാതാപിതാക്കളായി പ്രതികരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ബാല്യകാല അനുഭവങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. നമ്മൾ കഠിനമായ ശാസന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അത് ആവർത്തിക്കും. നമ്മൾ അവഗണന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതികാവൽ കാണിക്കും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടുതന്നെ പാരന്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് കുട്ടികളെ കുറിച്ച് മാത്രമല്ല, നമ്മളെ കുറിച്ചും തന്നെയാണ്. ഗവേഷണ പഠനങ്ങൾ പറയുന്ന മറ്റൊരു പ്രധാന സത്യം ഇതാണ്: കുട്ടികളെ വളർത്താനുള്ള കഴിവുകൾ പഠിച്ച മാതാപിതാക്കളുടെ കുട്ടികളിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ കുറവായിരിക്കും. വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. പഠനത്തോടുള്ള താല്പര്യവും പങ്കാളിത്തവും മെച്ചപ്പെട്ടതായിരിക്കും. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾക്ക് വളർത്തൽ അറിവുകൾ നൽകുന്നത് പ്രസവശേഷമുള്ള മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കഠിനമായ ശാസനാരീതികളും കുറയ്ക്കുന്നുവെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പാരന്റിംഗ് പഠിക്കേണ്ടത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മാത്രമല്ല, കുഞ്ഞ് ജനിച്ച ശേഷം നടപ്പുപ്രായത്തിലെ കുട്ടികളോടും സ്കൂൾ പ്രായത്തിലെ കുട്ടികളോടും കൗമാരപ്രായക്കാരോടും ഓരോ ഘട്ടത്തിലും വളർത്തൽ സമീപനം മാറണം. കാരണം കുട്ടിയുടെ മനസ്സും ആവശ്യങ്ങളും ഒരേ ഘട്ടത്തിലും വ്യത്യസ്തമാണ്. 2 വയസ്സുള്ള കുട്ടിയോട് ഉപയോഗിക്കുന്ന സമീപനം 10 വയസ്സുകാരനോട് ഉപയോഗിച്ചാൽ തെറ്റാകും. കൗമാരപ്രായത്തിൽ നിയന്ത്രണം കൂട്ടിയാൽ ബന്ധം നഷ്ടപ്പെടും. ഇത് സ്വാഭാവിക ബോധം മാത്രം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അറിവ് അത്യാവശ്യമാണ്.
പല മാതാപിതാക്കളും വളർത്തൽ പരിശീലനങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയും പ്രശ്നമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളത് എന്നായി തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് ഇതാണ്: വളർത്തൽ പിന്തുണ, മുൻകരുതലാണ്. തിരുത്തൽ മാത്രമല്ല. പ്രശ്നം വന്ന ശേഷം ഇടപെടുന്നതിനേക്കാൾ പ്രശ്നം വരാതിരിക്കാൻ പാരന്റിംഗ് പഠിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. പാരന്റിംഗ് പഠിക്കുന്നത് നിങ്ങൾ ഒരു മോശം മാതാപിതാവാണെന്നതിന്റെ തെളിവല്ല, മറിച്ച് നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരു മാതാപിതാവാണെന്നതിന്റെ തെളിവാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒരു മനുഷ്യനെ വളർത്തുക. അത് ചെയ്യുമ്പോൾ പഠിക്കാതെ പോകരുത്. നല്ല മാതാപിതാവാകുന്നത് പൂർണ്ണത കൈവരിക്കാനല്ല, പഠിക്കാൻ തയ്യാറാകുന്നതാണ്. നന്ദി.